ഇന്ന് നമ്മളുണ്ടല്ലോ നല്ലൊരു ഹെയർ പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഹെയർ പാക്ക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുടിയിൽ ഉണ്ടാകുന്ന താരൻ, അതുപോലെ തന്നെ എന്താ പറയുക, മുടി ഫാസ്റ്റായിട്ട് വളരാതിരിക്കുക, അങ്ങനെയുള്ള താരനും അങ്ങനെയുള്ള അതുപോലെ ഈ സ്കാൾപ്പ് ചൊറിച്ചൽ വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. ഇന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഏത് ഹെയർ പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് കുറച്ച് ഓയിൽ നമ്മൾ തലയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ തേച്ചതിന് ശേഷമാണ് വീഡിയോ ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ. നിറയെ ഓയിലാണ് കേട്ടോ. ഓയിൽ തേച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓയിൽ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ മുടി ഇഴകൾ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ തേച്ച് കൊടുത്ത് നല്ല പോലെ മസാജ് ചെയ്യണം കേട്ടോ. സ്കാൾപ്പിലൊന്നാകമാനം ഇങ്ങനെ നല്ല പോലെ മസാജ് ചെയ്യണം. മുടി നല്ല തിക്കായിട്ട് വളരാനും അതുപോലെ തന്നെ നല്ല ഷൈനി ആയിട്ട് തോന്നാനും നല്ല മൂല്യം ഉണ്ടാവാനും വേണ്ടിയിട്ട് നമ്മൾ ഇന്നിടുന്ന ഹെയർ പാക്ക് കൊണ്ട് പറ്റും കേട്ടോ. നമ്മൾ എവിടെയും പോവാതെയൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഓയിലി ഹെയർ ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ മുടി നല്ല സോഫ്റ്റും ഷൈനിയൊക്കെ ആയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ എത്ര ഓയിലി ഹെയർ ആണെങ്കിലും നമുക്ക് ഈ ഹെയർ പാക്ക് കൊണ്ട് പറ്റും. മുടിയുടെ ഒരു ആരോഗ്യത്തിനും അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വളരാനും നമ്മുടെ കെയറിങ് അത്യാവശ്യമാണ് കേട്ടോ. നമ്മൾ എത്ര കെയർ ചെയ്യുന്നോ അത്ര നന്നായിട്ട് മുടി നല്ല പോലെ വളർന്നു വരും. മുടി വളർത്താൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഷോർട്ടാക്കിയിട്ട് വയ്ക്കാം. എന്നാലും ആ ഉള്ള ഹെയർ നല്ല മൂല്യത്തിലും നല്ല ഷൈനിയും സിൽക്കി ആയിട്ടൊക്കെ കിടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലേശം ഓയിൽ എടുത്തു കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുക. അത് ഏത് ഓയിലായാലും മതിയിട്ട. ചിലർ കാച്ചിയ എണ്ണയൊക്കെ ആയിരിക്കും തേക്കുക, കറിവേപ്പിലയോ ചുവന്നുള്ളി, ചിലർ ചെമ്പരത്തിപ്പൂവ് ഇട്ട് കാച്ചിയ എണ്ണയായിരിക്കും. കാച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അത് സ്ഥിരമായിട്ട് അത് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കണം. അല്ലെങ്കിൽ വീണ്ടും മുടി കൊഴിഞ്ഞൊക്കെ പോവും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 വട്ടമെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുടി അത്ര ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്യും കേട്ടോ. ഇനി ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ തേച്ച് നല്ല പോലെ മസാജൊക്കെ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. മുടി സ്കാൾപ്പിലൊക്കെ നല്ല പോലെ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നത്. ചുമ്മാ അല്ലാതെ എണ്ണ തേച്ചും കഴിഞ്ഞ് നമ്മൾ ഓടിപ്പോയി കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ സ്കാൾപ്പിലൊന്നും നല്ല രീതിയിൽ പിടിക്കില്ല. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഓയിലൊക്കെ തേച്ച് കുളിക്കാനായിട്ട് നോക്കണം കേട്ടോ. എല്ലായിടത്തും നമുക്ക് മസാജ് ചെയ്ത് നല്ല ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ പാക്കിനായിട്ടുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് പോകാം കേട്ടോ. ഇതിനായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് മുരിങ്ങയിലയാണ്. നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും സുഖമായി നമുക്കൊരു 5 പൈസ പോലും ചിലവില്ലാതെ നല്ലൊരു ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് ഈ മുരിങ്ങയില ധാരാളമാണ് കേട്ടോ. അപ്പം മുരിങ്ങയിലയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, ഒമേഗ 3 ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് മുരിങ്ങ. നിങ്ങൾക്കറിയാലോ. ഇത് നമുക്ക് അകത്തേക്ക് കഴിക്കുന്നതും മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. ഇത് നമുക്കുണ്ടല്ലോ ഇങ്ങനെ ഓരോന്നും ഉരിഞ്ഞെടുക്കണം കേട്ടോ. ഒട്ടും പോലും നാരുണ്ടായിരിക്കരുത്. കാരണം നാരുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിക്കുമല്ലോ, അടിക്കുമ്പോൾ ഈ നാരുകൾ ബ്ലേഡിൽ കുടുങ്ങി കഴിഞ്ഞിട്ട്
മിക്സി കേടാവാനായിട്ടുള്ള വഴിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്ന് എടുക്കുമ്പോഴും അതിൻ്റെ നാരുകളൊക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് മിക്സിയിൽ അരച്ചെടുക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നാരുകളൊന്നും കളയാതെ തന്നെ നമുക്ക് കല്ലിലൊക്കെ വെച്ചിട്ട് അരയ്ക്കുന്നവരാണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. വളരെ നല്ലതാണ്. മുടിയൊക്കെ വളരെ സ്പീഡിൽ വളരാനൊക്കെ ഈ മുരിങ്ങയില ഹെയർ പാക്ക് നല്ലതാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ. ഈ മുരിങ്ങ മരം വീട്ടിലില്ലാത്തവരൊക്കെ ഓരോ തൈയൊക്കെ കൊണ്ടുവന്ന് പിടിപ്പിച്ചോളൂ കേട്ടോ. കാരണം നമുക്ക് അത്ര നല്ലതാണ്. ഇതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ എല്ലാവർക്കും തോന്നും നമ്മുടെ വീട്ടിലും മുരിങ്ങയൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നൊക്കെ തോന്നും. ഇനി ഒട്ടും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ മുരിങ്ങ പൗഡറൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ടൗണിലൊക്കെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ മുരിങ്ങയിലൊന്നും കിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ ഉള്ള അവസരങ്ങളിലാണെങ്കിൽ മാത്രം നമുക്ക് മുരിങ്ങയില പൗഡറൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അത് ചാലിച്ചായാലും നമുക്ക് ഹെയർ പാക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതൊരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാനായിട്ട് തോന്നും. അത്രയ്ക്ക് നല്ല പാക്കുകളാണ് കേട്ടത്. ഇപ്പം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ അടർത്തിയെടുത്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലൊന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളമല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇത് അരച്ച് കഴിയുമ്പോൾ ഒരു താളിയിലൊക്കെ ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ലേ, അതേപോലെയാണ് കിട്ടുക. അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇല്ലാത്തവർ സാധാരണ വെള്ളം വെച്ചിട്ടാക്കാം. പക്ഷേ ഏറ്റവും നല്ലത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. കാരണം ആ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല മുടിക്ക് പറ്റിയതാണ്. മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. നമ്മളിതാ ഇത് അരച്ചെടുത്തിട്ട് അരിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നല്ലൊരു പച്ച നിറത്തിലൊക്കെ ആയിട്ടുള്ളതാണിത്. നമ്മളിതാ ഇത് അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കഞ്ഞിവെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് തലയിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ഇതെടുത്തിട്ട് നമുക്കിങ്ങനെ സ്കാൾപ്പിലൊക്കെ അങ്ങോട്ട് നല്ല കടും പച്ച നിറത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓരോ മുടിയിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിതിങ്ങനെ ഒരു താഴി പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് അരച്ചെടുക്കാം. എല്ലാവരെയും നമ്മൾ തേച്ച് കൊടുക്കണം. ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചത് ലേശം കൂടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അത് ലൂസായിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത്ര അധികം നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. നേരത്തെ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത്തിരി കൂടി കട്ടിയാണെങ്കിൽ നമ്മുടെ തലയിലിരിക്കാനായിരിക്കും ഇത്തിരി കൂടി നല്ലതായിരിക്കും. ഇത് സ്കാൾപ്പിൽ മാത്രമല്ല കേട്ടോ, മുടിയുടെ ടിപ്പ് വരെ നമുക്കിതിങ്ങനെ പൊരുത്തി കൊടുക്കാം. എത്ര ഓയിലി ഹെയർ ആണെങ്കിലും ഇത് നമ്മളൊരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കഴുകി നോക്കണം. അപ്പോൾ നല്ല ഓയിലൊക്കെ പോയി നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. എല്ലാ ഭാഗത്തും ഞാനതൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ മതി കേട്ടോ. അരമണിക്കൂറും ഇത് ഉണങ്ങിയൊന്ന് നോക്കിയിരിക്കാതെ നമുക്ക് പോയി മറ്റ് ജോലികളൊക്കെ ചെയ്യാവുന്നതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളം നല്ല തണുപ്പാണല്ലോ.
അതുകൊണ്ട് തന്നെ ഈ മുരിങ്ങയില ജ്യൂസും കൂടി ചേർത്തപ്പോൾ നല്ലൊരു തണുപ്പും സുഖമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ടിപ്പ് വരെ നമ്മൾ ഇത് പുറത്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഞാനിങ്ങനെ ഇപ്പോൾ ഓരോ ടിപ്പുകളും കാര്യങ്ങളും കാണിക്കുന്നത് എല്ലാവർക്കും എല്ലാം പറ്റിയെന്ന് വരില്ല. ഇപ്പം നല്ല തണുപ്പൊക്കെ അടിക്കുമ്പോഴേക്കും ജലദോഷമോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലുള്ള ആൾക്കാർ അങ്ങനെയുള്ളവർക്കൊന്നും ഇന്നറ്റൊന്നും ചെയ്ത് നോക്കാൻ പറ്റില്ല കേട്ടോ. വല്ലാതെ തണുപ്പടിക്കുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ട് അവരൊന്ന് കുറച്ച് നേരം 5 മിനിറ്റൊക്കെ വെച്ചിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കഴുകി കളയേണ്ടതാണ് കേട്ടോ. നമ്മൾ കാണിക്കുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്കത് പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ, എല്ലാവർക്കും അത് പറ്റുമോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ അരമണിക്കൂർ ഇരിക്കട്ടെ. അരമണിക്കൂറിന് ശേഷം നമ്മളിതാ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. മുടിയിഴകളൊക്കെ നല്ല രീതിയിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.